ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിന് ഒരുപാട് അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 150 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇത് ഒട്ടും എല്ലില്ലാത്ത പീസുകളാണ്. അതുപോലെ തന്നെ ഇതുപോലെ ചെറുതായിട്ട് വേണം മുറിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1.5 ടീസ്പൂണ് ഉണക്കമുളക് ഇതുപോലെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1 ടീസ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുക കേട്ടോ. സോയാ സോസ് ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 2 സവാള അതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉള്ളിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കനിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴന്ന് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതാ ഇത്രയും മതി. ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ആ ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലൊട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ചിക്കനിൽ നിന്ന് തന്നെ ഇതിൽ വേവാൻ വേണ്ട വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നെ ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൈദക്കൊന്ന് വേവിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. പാലൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് കുറുകി ഇതുപോലെ നല്ല തിക്കായിട്ട് വരണം. ഇതുപോലെ പാനിലൊന്നും പിടിക്കാത്ത രീതിയിൽ ഇതുപോലെ ഉരുണ്ട് വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടും ഇതുപോലെ ഒരു റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ചില ബ്രെഡൊക്കെ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവും, അല്ലെങ്കിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോഴൊക്കെ മടക്കുമ്പോഴൊക്കെ പൊടിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെയുള്ള ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതും കൂടെ ഞാനിതിൽ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് മാത്രമേ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് ഒരുപാട് വെച്ച് കൊടുക്കേണ്ട, ഒരു ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് സൈഡ് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൈദയുടെ പേസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് മടക്കിയെടുത്താൽ മതി. മടക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടി വന്നോളും. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന രീതിയിൽ ഈ ഒരു മൈദയുടെ പേസ്റ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കുകയും വേണ്ട, റോളർ വെച്ചിട്ട് പരത്തിയെടുക്കുകയും വേണ്ട. ഈ ഒരു മൈദയുടെ പേസ്റ്റും ആവശ്യമില്ലാത്ത രീതിയാണ് ഇനി കാണിക്കാൻ പോകുന്നത്.
അപ്പോൾ ഹാർഡായിട്ടുള്ള ബ്രെഡാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ഇഡ്ഡലി പാത്രമോ സ്റ്റീമറോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് അതിൽ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഒന്ന് ആവിയേറ്റിയെടുക്കുക. അപ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് എടുക്കുമ്പോൾ പൊട്ടിപ്പോവരുത് കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ 2 ബ്രെഡും നമ്മൾ ആവി ഏറ്റിയെടുത്തിട്ടുള്ള ബ്രെഡാണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് റോളർ വെച്ച് പരത്തിയാൽ അതുപോലെ തന്നെ വരും. അതിനേക്കാളും കട്ടി കുറഞ്ഞിട്ട് തന്നെ വരും ഇതുപോലെ ആവി ഏറ്റിയെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിയിരുന്നോളും. വേറെ മൈദയൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ ഒട്ടിയിരുന്നോളും. അപ്പോൾ നിങ്ങൾ ഹാർഡായിട്ടുള്ള ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് മൈദ പേസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡൊക്കെ ആണെങ്കിൽ നമ്മൾ റോളർ വെച്ച് പരത്തുമ്പോൾ തന്നെ റെഡിയായി കിട്ടും. ഇനി ഒരു ബൗളിൽ ഒരു മുട്ട പൊടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടും ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുക കേട്ടോ ആദ്യം, അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേവാനൊന്നുമില്ല. അപ്പോൾ പുറമേ ഉള്ള ആ ഒരു ക്രംസൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, 2 സൈഡും ഒരുപോലെ ഒരു കളറായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ചിക്കനും ബ്രെഡും വെച്ചിട്ടുള്ള നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.